ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA 5th സെം ഹിസ്റ്ററി എടുത്തിട്ടുള്ളവരുടെ ഡൂയിങ് ഓറൽ ഹിസ്റ്ററി എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ബ്ലോക്കിൽ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ലൈഫ് ഹിസ്റ്ററി, പേഴ്സണൽ നരേറ്റീവ്, ഫാമിലി ഹിസ്റ്ററി, ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിറ്റി, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ദ റോൾ ഓഫ് പേഴ്സണൽ നരേറ്റീവ് ഇൻ ചാലഞ്ചിങ് മെയിൻ സ്ട്രീം ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. അതായത് മുഖ്യധാര ചരിത്ര വീക്ഷണങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ വ്യക്തിഗത വിവരണങ്ങളുടെ പങ്ക് ചർച്ച ചെയ്യാനൊക്കെ ചോദിക്കുക കേട്ടോ. നോക്കുക എന്തൊക്കെയാണ്. ചരിത്രമെഴുത്ത് സാധാരണയായിട്ട് ഭരണാധികാരികളുടെയും അതുപോലെ രാഷ്ട്രീയ നേതാക്കളുടെ ഭരണകൂടത്തിൻ്റെ രേഖകളുടെയൊക്കെ അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനെയാണ് മുഖ്യധാര ചരിത്ര വീക്ഷണം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇതിനു പുറമെ സാധാരണ ജനങ്ങളുടെ അനുഭവങ്ങളും ചെറിയ ചരിത്രങ്ങളും എന്ന് പറയാവുന്ന വ്യക്തിഗത വിവരണങ്ങളും ചരിത്രബോധത്തെ പുതുക്കുകയും അതിനെ മുഖ്യധാര കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഔദ്യോഗിക രേഖകൾ അധികാരികളുടെ നിലപാട് മാത്രമാണ് പ്രതിഫലിപ്പിക്കുന്നത്. വ്യക്തിഗത വിവരണങ്ങൾ അതേ സംഭവത്തെ വേറൊരു രീതിയിലാണ് കാണിക്കുന്നത്. അതുവഴി ചരിത്രത്തിൻ്റെ ഒരേ ഒരു സത്യം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം, ദാരിദ്ര്യം, ദേശാടനം, അടിമത്തം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തിഗത കഥകൾ, വേദന, പ്രതീക്ഷ, പ്രതിരോധം തുടങ്ങിയ മാനുഷിക മുഖങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് ചരിത്രത്തെ അല്ലെങ്കിൽ ചരിത്ര പഠനത്തെ വെറും രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ നിന്ന് ജീവിച്ച മനുഷ്യരുടെ അനുഭവങ്ങളിലേക്കും വിവരങ്ങളിലേക്കുമൊക്കെ വ്യാപിപ്പിക്കുന്നുണ്ട്, അതിന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ വ്യക്തിഗത വിവരണങ്ങൾ പലപ്പോഴും ഓറൽ ചരിത്രത്തിൻ്റെ ഭാഗമാവാറുണ്ട്. ഇത് ഔദ്യോഗിക രേഖകളിൽ ഇല്ലാത്ത സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും ഒക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ വ്യക്തിഗത വിവരണങ്ങൾ ചരിത്രത്തെ താഴെ നിന്ന് കാണുന്ന സമീപനത്തിനും വൈവിധ്യമാർന്ന വിശകലനത്തിനും വഴിയൊരുക്കുന്ന ഒന്നാണ്. ഇത് മുഖ്യധാരാ ചരിത്ര വീക്ഷണത്തിൽ പുനർമൂല്യനിർണ്ണയം നടത്താനും പ്രേരിപ്പിക്കുന്നുണ്ട്. അതായത് വ്യക്തിഗത വിവരണങ്ങളെ മുഖ്യധാരാ ചരിത്ര വീക്ഷണങ്ങളെ വെല്ലുവിളിക്കുന്നത് 3 വഴികളിലൂടെയാണ്. ഒന്നാമത്തത് അവഗണിക്കപ്പെട്ടവരുടെ ശബ്ദങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുവരും. രണ്ടാമത്തത് ഏകപക്ഷീയ കാഴ്ചപ്പാടുകളെ അത് ചോദ്യം ചെയ്യും. മൂന്നാമത് ചരിത്രത്തെ മനുഷ്യാനുഭവങ്ങളുമായിട്ട് ബന്ധിപ്പിക്കും. അങ്ങനെ വ്യക്തിഗത വിവരണങ്ങൾ ചരിത്രത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുകയും വൈവിധ്യമാർന്ന സത്യങ്ങളെ തുറന്നു കാട്ടുകയും ചെയ്യുന്നു. ഇത്രയിൽ കൊടുക്കുക കേട്ടോ. ഇനി വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഹൗ ഡസ് ഫാമിലി ഹിസ്റ്ററി റിസർച്ച് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഇൻ്റർജനറേഷണൽ ഐഡൻറ്റിറ്റി. തലമുറകൾ തമ്മിലുള്ള ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ കുടുംബ ചരിത്ര ഗവേഷണം എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ് സഹായങ്ങൾ. ഒന്നാമത്തത് വേരുകളും പാരമ്പര്യവും തിരിച്ചറിയാൻ സഹായിക്കും. രണ്ടാമത് സംസ്കാരപരമായ തുടർച്ച മനസ്സിലാക്കാൻ അത് സഹായിക്കും. മൂന്നാമത്തത് തലമുറകളിലെ അനുഭവ വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ അത് സഹായകമാണ്. നാലാമത് ഓർമ്മകളും കഥകളും മുഖേന ഐഡൻറ്റിറ്റി രൂപപ്പെടുത്താം. അഞ്ചാമത്തത് സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലവുമായിട്ടത് ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. 6 സ്വയം തിരിച്ചറിവ് ശക്തമാക്കുന്നു. കുടുംബ ചരിത്രം വ്യക്തികൾക്ക് ആത്മവിശ്വാസവും ആത്മബോധവും നൽകുന്നില്ല. അപ്പോൾ അത് താങ്കൾ അല്ലെങ്കിൽ ഞങ്ങളൊരു വലിയ കഥയുടെ ഭാഗമാണ് എന്ന ഒരു തിരിച്ചറിവ് തലമുറകളിലെ ബന്ധം ശക്തമാക്കുന്നത്. അതാണ് സ്വയം തിരിച്ചറിവ് ശക്തമാക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്ന് ചോദിക്കുന്ന വേറെ ക്വസ്റ്റ്യനാണ്, ദ എവല്യൂഷൻ മെത്തഡോളജീസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ലൈഫ് ഹിസ്റ്ററി ആസ് എ ഹിസ്റ്റോറിക്കൽ റിസർച്ച് മെത്തേഡ്. ഒരു ചരിത്ര ഗവേഷണ രീതി എന്ന നിലയിൽ ജീവിത ചരിത്രത്തിൻ്റെ പരിണാമം, രീതിശാസ്ത്രങ്ങൾ, പ്രാധാന്യം എന്നിവ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്കത് ആദ്യം അതിൻ്റെ പരിണാമം നോക്കാം. ജീവചരിത്രത്തിൻ്റെ പരിണാമം നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കവും മാനവശാസ്ത്രത്തിലും സാമൂഹ്യശാസ്ത്രത്തിലും ഗവേഷകർ ഒരാളുടെ കഥകൾ ശേഖരിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലെ ചിക്കാഗോ സ്കൂൾ നഗരജീവിതം, കുറ്റകൃത്യം, കുടിയേറ്റം എന്നിവ പഠിക്കാൻ ജീവചരിത്രങ്ങളെ വിനിയോഗിച്ചു. 1970-കൾക്ക് ശേഷം ഓറൽ ഹിസ്റ്ററി വളർന്നതോടെ ജീവചരിത്ര ഗവേഷണം സ്ത്രീകൾ, തൊഴിലാളികൾ, ദളിതർ, ആദിവാസികൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ പോലെയുള്ള സബാൾട്ടേൺ വിഭാഗങ്ങളുടെ ശബ്ദം കേൾക്കാനുള്ള പ്രധാന മാർഗമായിട്ട് മാറി. ആധുനിക കാലഘട്ടത്തിലെ ചരിത്രം ലിംഗപഠനം, സബാൾട്ടേൺ പഠനം, കുടിയേറ്റ പഠനം, മെമ്മറി പഠനം തുടങ്ങിയ മേഖലകളിൽ ജീവചരിത്രം നിർണായകവുമാണ്. അതാണ് അതിൻ്റെ പരിണാമം.
ഇനി നമുക്ക് ജീവചരിത്രത്തിൻ്റെ രീതിശാസ്ത്രങ്ങൾ നോക്കാം. ജീവചരിത്രം ഗവേഷണം നടത്തുമ്പോൾ പല രീതികൾ പിന്തുടരുന്നുണ്ട്. ഒരു രീതിയാണ് ഡാറ്റ ശേഖരണം എന്ന് പറയുന്നത്. ഇതിൽ ഓറൽ ഹിസ്റ്ററി, അഭിമുഖങ്ങൾ, വ്യക്തിപരമായ രേഖകൾ, ഫോട്ടോകൾ, ഗാനങ്ങൾ, അതുപോലെ തന്നെ സാംസ്കാരിക പ്രകടനങ്ങൾ, കുടുംബ ഗ്രാമ ഓർമ്മകൾ എന്നിവ ഉൾപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു രീതിയാണ് വ്യാഖ്യാനം. അതിൽ വ്യക്തിഗത അനുഭവങ്ങളെ സാമൂഹിക ചരിത്രപരമായ പശ്ചാത്തലത്തിലാണ് കാണുന്നത്. ഇനിയൊരു രീതിയാണ് തെളിവുകളുടെ വിമർശനപരമായ സമീപനം. ഇതിൽ ഓർമ്മകൾക്ക് വ്യക്തിപരമായ വികൃതികളും മറന്നുപോകലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജീവചരിത്രത്തെ മറ്റ് രേഖകളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് ഗവേഷണത്തിൽ നിർണായകമാണ്. ഇനി ജീവചരിത്രത്തിൻ്റെ പ്രാധാന്യം നോക്കാം. 3 കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പ്രാധാന്യം ചോദിച്ചാൽ അവഗണിക്കപ്പെട്ട ശബ്ദങ്ങൾ ചരിത്രത്തിലേക്ക് കൊണ്ടുവരും, ഒന്ന്. മറ്റൊന്ന്, ചരിത്രത്തെ ജീവിച്ച അനുഭവങ്ങളായിട്ട് അത് കാണും. മൂന്നാമത്തത്, ചരിത്രത്തെ ജനാധിപത്യവൽക്കരിക്കും. നാലാമത്തത്, ഐഡൻറ്റിറ്റിയും സംസ്കാരവും മനസ്സിലാക്കാൻ അത് ശ്രമിക്കും. ഇനി ഒന്ന്, ഒരു സംഭവത്തെ വ്യത്യസ്ത ആളുകളുടെ ജീവിത ചരിത്രങ്ങൾ വഴി കാണുമ്പോൾ ചരിത്രത്തിൻ്റെ വൈവിധ്യം, സങ്കീർണത എന്നിവ മനസ്സിലാക്കാൻ കഴിയും. ഇത്രയാണ് അതിൽ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ഇനിയൊരു ചോദ്യമാണ്, ഇവാലുവേറ്റ് ഹൗ ഡിജിറ്റൽ ടൂൾസ് ഹവ് ചേഞ്ച്ഡ് ദ കളക്ഷൻ, പ്രിസർവേഷൻ ആൻഡ് ഷെയറിംഗ് ഓഫ് ഓറൽ ഹിസ്റ്ററീസ്. അതായത് വാമൊഴി ചരിത്രങ്ങളുടെ ശേഖരണം, സംരക്ഷണം, പങ്കിടൽ എന്നിവയിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ എങ്ങനെ മാറ്റം വരുത്തി എന്ന് വിലയിരുത്താനാണ്. ഇപ്പോൾ വാമൊഴി ചരിത്രങ്ങൾ ഒരാളുടെ ഓർമ്മകൾ, അനുഭവങ്ങൾ, കഥകൾ എന്നിവ ശേഖരിച്ചിട്ട് സമൂഹത്തിൻ്റെ ജീവിതാനുഭവം രേഖപ്പെടുത്തുന്ന ഒരു രീതിയാണ്. മുൻപ് ഇത് ടൈപ്പ് റെക്കോർഡുകൾ, അതുപോലെ എഴുത്തുപരമായിട്ടുള്ള കുറിപ്പുകൾ എന്നിവയിലൊക്കെ മാത്രം പരിമിതമായി നിന്നിരുന്നു. എന്നാൽ ഡിജിറ്റൽ വിപ്ലവം വന്നതോട് കൂടിയിട്ട് വാമൊഴി ചരിത്രങ്ങളുടെ ശേഖരം, സംരക്ഷണം, പങ്കിടൽ എന്നീ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ശേഖരണത്തിലുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ റെക്കോർഡിംഗ് ഉപകരണങ്ങൾ വഴി കഥകൾ ശേഖരിക്കൽ എളുപ്പമായി. പിന്നെ ഹൈ ക്വാളിറ്റി ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഉപയോഗിച്ച് സംസാരിക്കുന്നവരുടെ ശബ്ദം, വികാരങ്ങൾ, ശരീരഭാഷ എന്നിവയും പിടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഓൺലൈൻ സർവേകൾ നടത്താൻ സാധിക്കും. ഗൂഗിൾ മീറ്റ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി അത് സാധ്യമാക്കും. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സ്വയമേവ ട്രാൻസ്ക്രിപ്ഷൻ സാധ്യമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്താ മാറ്റം എന്ന് വെച്ചാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, റെക്കോർഡുകൾ, ക്ലൗഡ് സ്റ്റോറേജ്, ഡിജിറ്റൽ ലൈബ്രറി എന്നിവയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ ചെയ്തു വെക്കാം, അതായത് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ, സൂക്ഷിക്കാൻ കഴിയും. പിന്നെ മറ്റൊന്ന്, മുമ്പ് ഉപയോഗിച്ചിരുന്ന ടേപ്പ്, പേപ്പർ തുടങ്ങിയവ കാലക്രമേണ നശിച്ചു. എന്നാൽ ഡിജിറ്റൽ സൂക്ഷിപ്പിന് ദീർഘകാലം ജീവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തി. പിന്നെ മെറ്റാഡാറ്റ ടാഗിങ് വഴി വാമൊഴികളെ വീണ്ടെടുക്കാനും എളുപ്പമാണ്. പിന്നെ ഡിജിറ്റൽ പ്രിസർവേഷൻ ടൂളുകൾ വഴി സമഗ്രമായ ഡിജിറ്റൽ ആർക്കൈവിങ് സാധ്യമാകുന്നുണ്ട്. ഇനി പങ്കിടലിൻ്റെ കാര്യത്തിലാണെങ്കിൽ വെബ്സൈറ്റുകൾ, ഓൺലൈൻ ആർക്കൈവുകൾ, അതുപോലെ യൂട്യൂബ്, പോഡ്കാസ്റ്റുകൾ വഴി ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ളവരുമായിട്ട് പങ്കിടാൻ കഴിയും. പിന്നെ സോഷ്യൽ മീഡിയ വഴിയും കഥകൾ പ്രചരിപ്പിക്കാൻ കഴിയും. പിന്നെ ഡിജിറ്റൽ എക്സിബിഷനുകൾ വഴി വിദ്യാർത്ഥികൾ, ഗവേഷകർ, പൊതുജനം എന്നിവർക്ക് കഥകൾ ലഭ്യമാക്കാൻ സാധിക്കും. പലപ്പോഴും ഓപ്പൺ ആക്സസ് പ്ലാറ്റ്ഫോമുകൾ വഴി സൗജന്യമായിട്ട് സമൂഹത്തിന് പ്രയോജനം ലഭിക്കുന്നുമുണ്ട്. ഇനി ഡിജിറ്റൽ ഉപകരണങ്ങൾ കൊണ്ടുവരുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് പ്രവേശന സൗകര്യം തന്നെയാണ്. പ്രവേശന സൗകര്യം. രണ്ടാമത്തത് ജനാധിപത്യവൽക്കരണം. മൂന്നാമത്തത് ബഹുഭാഷാപരമായ പ്രാപ്യത, ബഹുഭാഷകളിലേക്ക് അതിനെ എത്തിക്കാൻ കഴിയുമെന്നുള്ളത്. പിന്നെ സംവേദനാത്മകമായ പഠനം അത് സാധ്യമാക്കും. പിന്നെ അന്തർതലമുറ കൈമാറ്റം, അതായത് യുവാക്കൾക്ക് അവരുടെ പൂർവികരുടെ കഥകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ അത് സഹായിക്കും കേട്ടോ. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്ന കാര്യങ്ങൾ. ബാക്കി നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ്.